2 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള നിലവിലെ അവസ്ഥയിൽ 1,30,30,000 സീറ്റുകളുടെ കുറവാണ്. ഒരുപക്ഷെ ഈ ജില്ലയിലെ കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആശ്വസിക്കാവുന്ന ഒരു വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. യെസ് മക്കളെ, അങ്ങനെ ആദ്യ അലോട്ട്മെന്റ് വന്ന് നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര കുട്ടികൾ 2 ലക്ഷത്തോളം കുട്ടികൾ പുറത്ത് നിൽക്കുക. 2 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം വലിയൊരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾ വിഷമിക്കാൻ വരട്ടെ, കാരണം ഇനിയും 71,264 സീറ്റ് വേക്കന്റ് ആണ്. അത് മാത്രമല്ല, ഉറപ്പായും വിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെന്റ് അധിക ബാച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഭവിച്ചത് അത് തന്നെയാണ്. അധിക ബാച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കുക, അതിൽ ചെറിയൊരു പ്രശ്നമുള്ളത് സയൻസിനല്ല ബാച്ച് അനുവദിക്കുക, കൊമേഴ്സിനും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിനാണ് സാധാരണ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ലാബ് ഉണ്ട്. അപ്പൊ ലാബിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസിനൊക്കെ ബാച്ചുകൾ കൂടുതലായിട്ട്. സീറ്റ് ക്ഷാമം നേരിടുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, സയൻസിലേക്ക് ആയിരിക്കില്ല സീറ്റ് കൂടുതൽ അനുവദിക്കുക, മിക്കവാറും എന്തായിരിക്കും ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലായിരിക്കും. സയൻസിലും അധിക ബാച്ചുകൾ ഉണ്ടാവും, പക്ഷെ കൂടുതലായിട്ടും ഹ്യൂമാനിറ്റീസ് ബാച്ചുകളൊക്കെ ആയിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് സപ്ലിമെന്ററി ഘട്ടത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ഡിലേ ഉണ്ടാകും ക്ലാസ്. ഇനി സയൻസ് എടുക്കണം എന്ന് ആഗ്രഹമുള്ള സയൻസ് എടുത്തേ പറ്റില്ല, എഞ്ചിനീയറിംഗ് പോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഒരു ഓപ്ഷൻ പറഞ്ഞു അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻസ്, ടോട്ടൽ അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 4,44,772 ടോട്ടൽ അപ്ലിക്കേഷനാണ്. പക്ഷേ ടോട്ടൽ സീറ്റുകൾ ഇപ്പൊ നിലവിൽ കേരളത്തിൽ ആകെ സീറ്റുകൾ ഉള്ളത് 3,15,874. അതായത് 1,00,000 സീറ്റുകൾ, 1,30,000 സീറ്റിന്റെ 1,30,000 സീറ്റുകൾ കുറവാണ് നിലവിലെ അവസ്ഥയിൽ. യെസ്, അപ്പൊ അത്രയും പേർക്ക് നിലവിൽ സീറ്റില്ല, അത്രയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷകർക്ക് നിലവിൽ കേരളത്തിൽ സീറ്റ് ഇല്ല. അത്രയും അധിക ബാച്ചുകൾ അനുവദിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിലൊരു തീരുമാനം ഉണ്ടാവും അല്ലെ. യെസ്, ആൻഡ് ഇനി വേക്കൻസി ഉള്ളത് 71,264 വേക്കൻസി ആണ്. ഇത്രയും സീറ്റുകൾ കുറവുണ്ടെങ്കിൽ പോലും വേക്കൻസി വന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പല കുട്ടികളും ഒരു ട്രെൻഡ് അനുസരിച്ച് പല സ്കൂളുകളിലേക്കും, ചിലപ്പോൾ സയൻസ് ആയിരിക്കും കൂടുതൽ കുട്ടികളും സയൻസ് സ്ട്രീം ഓപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സാധ്യതയാണ് പറയുന്നത്. കൂടുതൽ കുട്ടികളും സയൻസ് സ്ട്രീം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഹ്യൂമാനിറ്റീസിന്റെയോ കൊമേഴ്സിന്റെയോ സീറ്റ് അവിടെ വാക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ആ സീറ്റാണ് നിങ്ങൾ വിചാരിക്കും ഇത്രയും സീറ്റ് വാക്കന്റ് ആയിട്ടും ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നില്ല എന്നുള്ളത്. നിങ്ങൾ അപേക്ഷിച്ച സീറ്റ് ഇല്ല എന്നാ പറഞ്ഞിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പൊ അതുകൊണ്ടാണ് 2 ലക്ഷത്തോളം കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. ഇതിൽ 1.25 ലക്ഷം സീറ്റിന്റെ കുറവുണ്ട്. ബാക്കി 70,000 സീറ്റുകൾ അവിടെ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. അതാണ് 2 ലക്ഷം സീറ്റുകളുടെ കുറവ് എന്ന് പറയുന്നത്. ചില ജില്ലകൾ നോക്കുകയാണെങ്കിൽ ചില ജില്ലകളില് സീറ്റുകൾ, വേക്കന്റ് ആയ സീറ്റുകൾ അധികമാണ്. ഏതൊക്കെയാണ് അത്തി? അപ്പൊ മലപ്പുറത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 17,301 സീറ്റ് വേക്കന്റ് ആണ്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കന്റ് ഉള്ള ജില്ലയും മലപ്പുറമാണ്. അതർ ജില്ലയിൽ നിന്ന് ആപ്ലിക്കന്റ് ഏറ്റവും കൂടുതൽ ജില്ലയും മലപ്പുറം തന്നെയാണ്. സീറ്റ് ക്ഷാമം നേരിടുന്ന ജില്ലയും മലപ്പുറം തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സീറ്റ് വാക്കൻസി 17,301 സീറ്റ് വാക്കന്റ് ആയിട്ട് കിടക്കുന്നത് മലപ്പുറത്ത് തന്നെയാണ്. ഇനി ഒരു ചോദ്യം കാണും, ഈ വേക്കന്റ് ആയ സീറ്റിലേക്കൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ, ഇനി ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് ചോദിച്ചാൽ, ഇനി 2ാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞ് 3ാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞ് സപ്ലിമെന്ററി ഘട്ടത്തിൽ മാത്രമായിരിക്കും പുതുതായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുക അല്ലെ. പുതുതായിട്ട് വേക്കൻസി വരുന്ന സീറ്റുകൾ സപ്ലിമെന്ററിക്ക് ശേഷം ഇനി സീറ്റുകളുടെ കുറവുണ്ടെങ്കിൽ അവർ പുതിയ ബാച്ചുകളൊക്കെ അനുവദിക്കും. അതിലേക്കൊക്കെ നിങ്ങൾക്ക് സപ്ലിമെന്ററി ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇനി കൊടുക്കാൻ പറ്റുക അല്ലെ. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സയൻസ് സ്ട്രീം പഠിക്കണമെന്ന് എന്ത് ചെയ്യാം, വലിയ ആഗ്രഹമുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾക്ക് ആർക്കനെക്സിന് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ജോയിൻ ചെയ്യാം. അതായത് നിങ്ങളൊരു ഗവൺമെന്റ് സ്കൂളിൽ, എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആർക്കനെക്സിന് ഇന്റഗ്രേറ്റഡ് അൺഎയ്ഡഡ് സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ടിവിറ്റീസ്, സ്കൂളിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതോടൊപ്പം നിങ്ങളിപ്പോ സയൻസ് സ്ട്രീമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യാം. ബയോളജി സയൻസ് വേണ്ടവർക്ക്, ഇപ്പൊ JEE ഒക്കെ ക്രാക്ക് ചെയ്യാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ ബയോളജി എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യാം. എന്നാൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം, നീറ്റ് എഴുതി ഡോക്ടർ ആവണം, MBBS എടുക്കണം, അല്ലെങ്കിൽ BDS എടുക്കണം, ആയുർവേദം എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉറപ്പായും നിങ്ങൾ ബയോളജി സയൻസ് പഠിച്ചേ മതിയാവും. കാര്യം നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്തായാലും നിങ്ങൾ ചിലപ്പോൾ സയൻസ് സ്ട്രീം എടുക്കുന്ന കുട്ടികൾ ഭൂരിഭാഗം ട്യൂഷന് പോകും. വലിയൊരു ഫീസ് അടച്ചിട്ടാണ് ട്യൂഷന് പോകുക. ആ ഒരു ഫീസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. വലിയൊരു ഫീസിലൊന്നല്ല നിങ്ങൾ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഹോസ്റ്റൽ, ഏറ്റവും നല്ല ഫുഡ്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക, താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആ ലിങ്കിൽ എന്ത് ചെയ്യുക,
ഒരു ഗൂഗിൾ അപ്പൊ ഫോം ഫിൽ പ്ലസ് ചെയ്യുക വൺ അല്ലേ? സയൻസ് പഠനത്തോടൊപ്പം കമ്പ്യൂട്ടർ സയൻസ് അവൈലബിൾ ആണ്, ബയോളജി സയൻസ് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ എൻട്രൻസും കൂടി പഠിക്കാനുള്ള വളരെ മികച്ച ഒരു അവസരമാണ്. മക്കൾക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം അല്ലെ. യെസ്, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഓക്കെ. സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കാത്തിരിക്കാം. കുറച്ച് സെക്കൻഡ് അലോട്ട്മെന്റ്, അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ്, അതിനുശേഷമാണ് ഇതിൽ സപ്ലിമെന്ററി സയൻസ് സ്ട്രീമിനായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. ബാക്കിയുള്ള സീറ്റ് വേക്കന്റ് ആയിരിക്കും. ഇപ്പൊ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിനൊക്കെ സീറ്റ് കമ്പാരിറ്റീവ്ലി വേക്കന്റ് ആയിരിക്കും. സയൻസ് സ്ട്രീമിലേക്ക് ഇപ്പൊ മലപ്പുറത്തേക്ക് ഇത്രയും ആൾക്കാർ വേക്കന്റ് എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, ഒരിക്കലും സയൻസിനായിരിക്കില്ല. അതുകൊണ്ടാണ് ആ പ്രോബ്ലം വരുന്നത് അല്ലേ? അതെ, യെസ്. അപ്പോ എനിവേ നമുക്ക് കാത്തിരിക്കാം. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. മക്കൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായിട്ട് അന്വേഷിച്ച് നമ്മുടെ ആർക്കിലേക്ക് ജോയിൻ ചെയ്യാം. ചെയ്യാവുന്നതാണ്. യെസ്. ഓക്കെ. അപ്പോ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. ഈ ഒരു വർഷവും അടുത്ത വർഷവും ഒക്കെ നിങ്ങളുടെ പഠനത്തിൽ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ബൈ.